ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ഡോൾഫിനേറിയത്തിൽ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി പോയി, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല എന്ന്. അപ്പം നെക്സ്റ്റ് ഡേയിലേക്ക് ഞങ്ങൾ VIP ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഡോൾഫിൻ ഷോ മസ്റ്റായിട്ടും കാണണമെന്ന് നമ്മളിങ്ങനെ പലരും നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഡോൾഫിൻ്റെ കുറച്ച് ഷോ അതിലപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ അത് കണ്ടിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ശരിക്കും വൃത്തിയായിട്ടും നമ്മൾക്ക് ഭയങ്കര മെമ്മറീസാണ്. ഇങ്ങനൊരു ഷോ ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു സ്റ്റോറി പോലെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അതും പിന്നെ നമ്മൾ ഓഡിയൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് കുറച്ച് ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നല്ല ഒരു ഷോ ആയിരുന്നു, 1.5 hours. അതുമല്ല, വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡോൾഫിൻസാണ് അവർക്കുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഒരു ഡോൾഫിനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ട്രെയിനറിനും ഡോൾഫിനും പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഷോയിലൂടെ മനസ്സിലാവും കേട്ടോ. ഈ ഡോൾഫിൻസ് എല്ലാം അവരുടെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുന്നത് അവരുടെ ഇൻസ്ട്രക്ടറിൻ്റെ വിസിൽ കൂടിയാണ്. അവർ വിസിൽ ബ്ലോ ചെയ്യുന്ന അനുസരിച്ചാണ്. അപ്പം അതിൽ നിന്ന് എത്ര കൃത്യമായിട്ടാണ് ഓരോ ഡോൾഫിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത്. അതുപോലെ അവർ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുഡിനായിട്ട് അവർ ഈഗേർലി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ കൊടുത്തു ഉടനെ അടുത്തൊക്കെ പോയി ചെയ്യാനല്ല. ചിലപ്പം കുറച്ചും കൂടെ വേണമെങ്കിൽ അവർ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും ഫുഡിനായിട്ട് ചോദിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ ശരിക്കും ഒരു നല്ല റിലേഷൻഷിപ്പാണ് ആ ഒരു ഇൻസ്ട്രക്ടറും ഡോൾഫിനും തമ്മിലുള്ളത് കേട്ടോ. അതാണ് ആ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഡോൾഫിൻ ഷോയിൽ പെർഫോം ചെയ്തിരുന്ന ഡോൾഫിനും ഇൻസ്ട്രക്ടർ മാറിക്കഴിഞ്ഞപ്പോൾ സങ്കടമൊക്കെ വന്നിട്ടാവാം അതിനെന്തോ അസുഖമൊക്കെ വന്നത്, ഒരു മാസം കൊണ്ട് തന്നെ അത് മരിച്ചുപോയി, ചത്തുപോയി എന്നൊക്കെ. അപ്പം ശരിക്കും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവർ പറയുന്നത് തന്നെ മറ്റേ ഡോൾഫിൻ മനസ്സിലാക്കുന്നതും. പിന്നെ ഈ ഡോൾഫിൻ്റെ ഫേസ് എപ്പോഴും കണ്ടിട്ടുണ്ടോ, നല്ല ചിരിക്കുന്ന ഫേസല്ലേ, സ്മൈൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതും എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ ഇത്. ഏകദേശം 1 മണിക്കൂറോളമുള്ള ഷോയാണ് 5 മിനിറ്റ് താഴെയാക്കി വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, ആ റിയലായിട്ടുള്ളൊരു വിഷൻ എന്ന് പറയുന്നത് അത് നേരിട്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചിലപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആയിരിക്കും ആ ഒരു മൊമെൻറ്റ് കഴിയുന്നത്. അങ്ങനെ എല്ലാം ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ശരിക്കും കുറഞ്ഞെങ്കിലും അതിൻ്റെ കുറച്ച് ബിറ്റ്സൊക്കെ ഞങ്ങൾക്ക് നല്ല മെമ്മറീസായിട്ടും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഡോൾഫിനെ കൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഷോയിൽ പെർഫോം ചെയ്യുന്നത് അതായത് സീ ലയൺ എന്ന് വിളിക്കുന്ന നീർനായയും അതുപോലെ 4 ഡോൾഫിനുകളുമാണ് കേട്ടോ പെർഫോം ചെയ്യുന്നത്. ഇവർ എല്ലാം നല്ലതായിട്ട് ട്രെയിൻഡാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ശരിക്കും ഒരു ഹ്യൂമൻ ബീയിങ് പെർഫോം ചെയ്യുന്ന പോലെ തന്നെ അവർ കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ഡ്രാമാറ്റിക്കലായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡോൾഫിന് അവിടെ ഒരു ജസ്റ്റ് ലൈവായിട്ടൊരു പെയിൻറ്റിങ് ബ്രഷ് കൊടുത്തിട്ട് ഒരു ഡ്രോയിങ്സ് ഒക്കെ ചെയ്തു. അത് അവിടെ തന്നെ ലേലം വിളിച്ച് അത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈസായിട്ട് നമ്മുടെ ഒരു ഫാമിലി ഡോൾഫിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ചാൻസൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏതായാലും ആ ഭാഗ്യമൊന്നും ലഭിച്ചില്ല, അല്ലാതെ കാണാനുള്ള ഭാഗ്യം തന്നെയാണ്. അതുപോലെ നമുക്ക് ഇപ്പം ബാക്കിലത്തെ റോയിലിരിക്കുന്നവർക്ക് കാണാനും വേണ്ടിയിട്ട് ഇടയ്ക്കെല്ലാം ക്യാമറയുണ്ട്. ഈവൻ അണ്ടർ വാട്ടർ വരെ ക്യാമറയുണ്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ആ ഷോ എൻജോയ് ചെയ്ത് വലിയ സ്ക്രീനിൽ കാണാനും പറ്റും കേട്ടോ. അഥവാ ഇനി പുറകിലാണോ ഓർത്ത് ആരും ഇങ്ങനെ സങ്കടപ്പെടുകയും വേണ്ട. അപ്പോൾ ദുബായിക്ക് വരുമ്പോൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു ഷോ തന്നെയാണ് കേട്ടോ ഈ ഡോൾഫിനേറിയത്തിലെ ഡോൾഫിൻ ഷോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ഒരു വീഡിയോയും കൂടെ വരാനുണ്ട്, ലാസ്റ്റത്തെ വീഡിയോ. അപ്പം ആ വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.